ഓണമായിട്ടുള്ള വൃത്തിയാക്കലിലാണ് കേട്ടാ. കുഞ്ഞനും അവൻ്റെ പപ്പ ഇതാണ്ട് ഇവിടെ ഒരാൾ ചൂലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടാ, അടിച്ചു വരാനായിട്ട്. കണ്ട വൃത്തിയാക്കൽ തുടങ്ങി. അവൻ്റെ പപ്പ ഇവിടെ പുല്ല് പറിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ടുള്ള തന്ത്രപ്പാടില്ല എൻ്റെ മോൻ. പറമ്പ് മൊത്തവും കാട് കയറും പെട്ടെന്ന് മഴ പെയ്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് അതിൻ്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മോനും പറ്റുന്ന രീതി വൃത്തിയാക്കുന്നുണ്ട്. എന്തോ കാണിക്കാൻ വലിയ ആകാംക്ഷയോടെ വിളിക്കുന്നുണ്ട്. എന്താ? ആ ഗെയ്സ്, ഞങ്ങളുടെ തോട്ടത്തിൽ ആദ്യത്തെ കായ ഫലം കണ്ടു കേട്ടോ. അതാണ് മത്തങ്ങ. ഓ സൂപ്പർ. കുഞ്ഞൻ്റെ പപ്പ നട്ട കൃഷിയിലുണ്ടായതാട്ടോ. അതിൻ്റെ സന്തോഷം ആൾക്ക്. നന്നായിട്ടുണ്ട്. വളവാന്നേ ഉള്ളു. ഓ കണ്ടു പൊന്നാണ്ടേ. സൂക്ഷിച്ചേട്ടാ, വല്ലതൊക്കെ കാണും എൻ്റെ ഇടയിൽ. കുറേ കാലമായി ഇവിടെ വൃത്തിയാക്കിയിട്ട്. കുറേശ്ശെ ഞങ്ങൾ വൃത്തിയാക്കാറ്. പിന്നെ മഴയൊക്കെ ആയപ്പം പിന്നെ നിർത്തി വെച്ചിരുന്നയാ. അപ്പം ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ വീണ്ടും തുടങ്ങിയതാ. എൻ്റെ മോൻ അവിടെ വൃത്തിയാക്കുന്നുണ്ട് എൻ്റെ വേറൊരു രീതിയിൽ. മണ്ണി കളിക്കല്ലേ പൊന്നാ, മണ്ണിലൊന്നും കളിക്കല്ലേ. കവർ ചെയ്യാനായിട്ട് ആളൊരു കവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് കവർ ചെയ്ത് വെക്കാൻ പോവാ കേട്ടോ. കേടൊന്നും വരാണ്ട്, ഒന്നും കൊത്തിയും കേടൊന്നും വരാണ്ട്, വേറൊന്നും എന്താ പറയുക, ഇഴജന്തുക്കളൊന്നും കയറാണ്ട് സൂക്ഷിക്കാനായിട്ട്. അപ്പം കെട്ടി വെക്കാൻ പോവാ കേട്ടോ. ഇത് മതിയാ? ഇത്രയും വലിപ്പമുള്ളത് കിട്ടിയുള്ളൂ. ഇത് മതിയാ? എന്നാ അങ്ങനെ അവർ രണ്ടുപേരും പറമ്പൊക്കെ വൃത്തിയാക്കട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. എൻ്റെ മോൻ്റെ കുറച്ച് തുണി അലക്കാണ്ട്. അപ്പം ഞാൻ തുണി അലക്കാനായിട്ട് പോവാം കേട്ടോ. കുറച്ച് അലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാട്ടാ. പിന്നെ കുറച്ച് അലക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞുടുപ്പുകൾ. അപ്പോൾ അത് അലക്കി കഴിഞ്ഞിട്ട് വരാട്ടാ. ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുറത്ത് കൊണ്ടിടുക ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഈ പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോണവർ ആവശ്യക്കാരൊക്കെ അങ്ങ് എടുത്തോണ്ട് വെക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞാ, ആ പപ്പയുടെ പുറകിന് ഒരാൾ ഓടിപ്പോണുണ്ട്. അവനെ പിടിച്ചോട്ടോ, വണ്ടികൾ വരുവേ. അപ്പം ഈ പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോകുന്ന ചേട്ടന്മാർ അന്നതങ്ങ് എടുത്തോണ്ട് പോകും. അപ്പം അവർക്കും ഒരു ഉപകാരമാകട്ടെ എന്ന് വെച്ചു. ഗേറ്റ് തുറന്നാൽ അപ്പം ചാടുവാൻ വെളിയിൽ. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും കുറേശ്ശായിട്ട് ചെയ്ത കഴിയും. അത് നെല്ല കേട്ടാ, അന്ന് കൊണ്ടിട്ട നെല്ല. അത് നെല്ല് കിളിച്ചതാ. ഈ മണ്ണിൽ പെട്ടെന്ന് പുല്ല് വളരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പുല്ല് മാത്രമല്ല, എന്ത് കൃഷി ചെയ്താലും പെട്ടെന്ന് കായ്ഫലം കിട്ടും ഇല്ലേ? അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക്. അത്യാവശ്യം പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടിടുക കേട്ടോ. കവർ ചെയ്ത് വെക്കാൻ പോവാട്ടാ. അവിടെ കുഞ്ഞു മത്തങ്ങ കേട്ടാ. ആരും കവറൊന്നും ചെയ്ത് ഇടില്ല. പിന്നെ നമുക്ക് ആദ്യമായിട്ടുള്ള ഉണ്ടായതിന്റെ പേരിലൊരു സന്തോഷം, അത് നശിച്ചു പോകരുതെന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രം നമ്മൾ അതിനൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണമെന്നുള്ളൂ കവർ വെച്ചിട്ട്. ആരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല മത്തങ്ങക്ക്.
കാര്യങ്ങളിൽ അങ്ങനെ ആരും കെട്ടിയിടാറൊന്നുമില്ല. പറ്റിയത് ഓണത്തിന് എടുക്കണല്ലേ. നമുക്കൊരു ഓണത്തിന് വരുവോ? ഓണത്തിന് ഒരു ഇതോ നല്ല വലിപ്പം വെക്കണ ബ്രീഡാ. ചെപ്പെടുത്തിട്ട് ചെപ്പ് സാധാരണ അതുപോലെയല്ല, അത്യാവശ്യം നല്ല വലിപ്പം വെക്കണ ബ്രീഡാ. നമ്മളിത് വിത്ത് പാകിയിട്ട് കിളിപ്പിച്ചതല്ലേ. വിത്ത് പാകിയിട്ട് കൊറേ വിത്തുകൾ പാകി. പക്ഷെ മഴ പെയ്തപ്പോഴത്തേനും കൊറേയൊക്കെ അങ്ങ് ഒലിച്ചു പോയി കിളിക്കാണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് വലിയ കവർ വെക്കണം. കാരണം എൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ളത്. അത് കാരണം ഇതിപ്പോൾ പറക്കാത്തത്. നല്ല വലിപ്പം വെക്കണം മത്തങ്ങ. പിന്നെ നമുക്ക് നശിച്ചു പോയെന്ന് പറയാനായിട്ട് മഴ പെയ്തപ്പോൾ ഒരു വാഴക്കോല ഒടിഞ്ഞ് വീണു. അപ്പൊ അത് നമുക്ക് കേടായിപ്പോ. അത് ഒരു ഇച്ചിരി വിഷമം തോന്നിയായിരുന്നു. അത് വിളയുന്നതിന് മുമ്പ് വാഴയങ്ങ് ഒടിഞ്ഞു വീണു. നമ്മളത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കാട് പിടിച്ചതാണ്. ഇത് ആള് വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന പണിയുണ്ട്. നമ്മളെ കൊണ്ട് കുറേശ്ശെ ആയിട്ട് നമ്മളെ കൊണ്ടാവുന്ന വിധം എല്ലാ ദിവസവും വൃത്തിയാക്കാം. സൂക്ഷിക്കട്ടോ, വല്ല ഇഴജന്തുക്കളൊക്കെ കയറും. നല്ല കാടായിട്ടുണ്ട്. ഈ സൈഡ് നല്ല കാടാണ്. എന്താ നല്ല കാട് കയറി. ഈ സൈഡ് നല്ല കാടാണ്ട്. നല്ല കാട് കയറി. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം വരെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ കപ്പയാണ്, മുമ്പ് കാണിച്ചിട്ടുണ്ട്. വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ഒരാള് കമന്റ് ചെയ്തായിരുന്നു ഇങ്ങനെ കുത്തിയ കപ്പ വളരുമെന്ന്. അപ്പൊ കത്തിയാലും കപ്പ വളരും. തന്നെ ചെയ്യാറ്. നമ്മുടെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ കപ്പ ഉണ്ടാവും. അതൊക്കെ നമ്മള് കറി വെച്ചു. കൊറേ നമ്മള് വിളവെടുത്തു കപ്പ അല്ലേ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങള് വിളവെടുത്തത് കപ്പയും പിന്നെ വാഴയും. ചീരൊക്കെ വെച്ചായിരുന്നു. ചീരൊക്കെ ഒന്നും പിടിച്ചില്ല. ഇവിടെ ചീര പയർ ഇതൊക്കെ വെച്ചായിരുന്നു. പിന്നെ ഒന്നാമത്തെ മഴ കാരണം മഴയുടെ സമയത്താണ് നമ്മൾ നട്ടത്. അപ്പൊ അതൊക്കെ കാരണം വിത്തൊക്കെ ഒലിച്ചു പോയി നോക്കുന്നുണ്ട്. പിന്നെ ചീരയുടെ വിത്താണെങ്കിൽ ഉറുമ്പ് പുറത്ത് നിന്ന് പോയിട്ടുണ്ടോ. പിന്നെ നമുക്ക് അതേണക്ക് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ എന്തോന്ന് അറിയത്തില്ല. പിന്നെ കൂടുതൽ നമുക്കത് കെയർ ചെയ്യാൻ പറ്റിയില്ല. അതേന്നും പറഞ്ഞ് നിക്കാൻ കാരണം പിന്നെ എല്ലാം അങ്ങ് പോയി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേപ്പ് വരെ നശിച്ചു തുടങ്ങി. അതായത് അമ്പഴങ്ങ വിട്ടിപ്പോ ആ ഒരു ഇതില് അത് നശിച്ചു പോയി. അങ്ങനെ ഇനിയിപ്പോ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. കുഞ്ഞിന് ഭയങ്കര ഹാപ്പി ആട്ടാ. എല്ലാത്തിനോടും ചേർന്നിട്ടാണ് ഇതൊക്കെ. ഈ തുളസിയൊക്കെ ഇവിടെ സൗമ്യം കൊണ്ടു വെച്ചതാണ്. അതൊക്കെ ഇപ്പോ അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട്. എന്റെ തുളസി മരാട്ടാ ഇത് ഞാനാ കൊണ്ടുവച്ചത്. കുരുമുളക് ഉണ്ട്, തുളസി ഉണ്ട്, പിന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു ഇതാണ്ടേ റോസാപ്പൂ ചെടി ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ചെമ്പരത്തി. അതിപ്പം മുളച്ച് വരുന്നുണ്ട്. ആദ്യമൊക്കെ ഇലയൊക്കെ പൊഴിയുമ്പോൾ ഞാൻ കിളിക്കില്ലായിരിക്കും എന്ന് വിഷമിച്ചിരുന്നു. പക്ഷെ അപ്പം നല്ലോണം മുളയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു എന്താണ്ടേ കുരുമുളക്, അത് 2-3 മൂട് അങ്ങൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. അതിന് പടർത്തി കൊടുക്കണം, പടർത്തി എടുക്കണം. പിന്നെ വേണ്ട തീപ്പൊരി. ഞാൻ അത്തപ്പം ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് അതിന് മൊട്ട് വന്നിട്ടുണ്ട് കേട്ടാ. വേണ്ട മൊട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാ ഇതിന് ഞങ്ങളിവിടെ തീപ്പൊരി എന്ന് പറയുന്നത് കേട്ടാ. ഞാൻ അത്തപ്പൂക്കളത്തിലൊക്കെ കിട്ടുമ്പോ വെക്കാറുണ്ട്. മറ്റേ മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്, മത്തങ്ങയുണ്ട്, കപ്പയുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, പിന്നെ ഒരു അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ. ചേമ്പുണ്ട്. പിന്നെ ഇപ്പോ ഒരു ഇതുണ്ട്, എന്താ പറയാ, ഇതാണ് കേട്ടാ, മുളയുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ ഇതല്ലേ നമ്മുടെ മധുരക്കിഴങ്ങ്. നമ്മള് തൃശ്ശൂര് വീട്ടിൽ നിന്ന് അതിന്റെ ഇത് കൊണ്ടുവന്നല്ലേ. എന്താ എന്തോ മധുരക്കിഴങ്ങുണ്ട്, മത്തങ്ങയുണ്ട്, മത്തനുണ്ട്, വാഴ, ഞാൻ പിന്നെയും വാഴ, ചേമ്പൊക്കെ ഇഷ്ടമാതിരി. ഇതിനൊക്കെ ഈ ഫാൻസി ആയിട്ട് വെക്കണ ഒരു ബാമ്പു ഉണ്ട്. ഫാൻസി ആയിട്ട് വെക്കണ ഒരു ബാമ്പു
അതുണ്ട് അങ്ങറ്റത്ത്. പക്ഷെ അത് അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ. അപ്പൊ നമ്മൾ ചിലപ്പോൾ കളയും. പിന്നെ തെങ്ങ് അമ്പഴങ്ങ പിന്നെ മുറിച്ചു. കുറച്ച് അധികം ഉണ്ട്. വാഴയാണ് കൂടുതലും. 2-3 വാഴ ഇപ്പൊ നമുക്ക് കൊലച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ആത്തച്ചക്ക വരുന്നുണ്ട്. ആത്തച്ചക്ക മാവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വരുന്നുണ്ട് അങ്ങനെ. പിന്നെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കാണ്. പിന്നെ ഇതെല്ലാം ഒന്നും നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇപ്പോൾ ചെറുതായിട്ട് വൃത്തിയാക്കണം. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കും കാര്യങ്ങളൊക്കെ കാരണം അധികം വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ കുറേശ്ശെ വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇനി ഒരു ആളെ വിളിച്ചിട്ടത് അത്യാവശ്യം നല്ലവണ്ണം ക്ലീൻ ചെയ്യുകയും വേണം. അത് ഓണം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യിക്കണം. ഇനിയിപ്പോൾ അത് അങ്ങനെ ഇവിടെ ഒരാൾക്ക് ഭയങ്കര സന്തോഷം. കുറെ കാട് പിടിച്ച് കിടക്കണം. അവൻ ചെയ്ത് നോക്ക്. അവന് സ്വാതന്ത്ര്യം കിട്ടിയോല പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യണം. എൻ്റെ അത്തപ്പൂവൊക്കെ വാടി തുടങ്ങി. രാവിലെ ഇട്ടില്ല, വെയിലൊക്കെ കൊണ്ട് വാടി തളർന്ന് എൻ്റെ പൂക്കൾ, എൻ്റെ മോനത് പറക്കാൻ നടക്കുന്നുണ്ട്. ഉണ്ട് വാടി, നല്ല വെയിലുണ്ടായിരുന്നു, അങ്ങനെ വാടി തളർന്നു എൻ്റെ പൂക്കളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ശരി.